ഹലോ ഗൈസ്, നമുക്കപ്പോൾ ഇന്ന് കുറച്ച് കൃഷി വിശേഷങ്ങളൊക്കെ കണ്ടാലോ. അതായത് നമ്മൾ നാട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ഒരുപാട് മിസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ. നമ്മുടെ നാടും നാട്ടുകാരും വീട്ടുകാരും പിന്നെ നമ്മുടെ ഇങ്ങനത്തെ കുറച്ച് ആൾക്കാരെയും അല്ലേ, ഇവരെയൊക്കെ നമ്മൾ അവിടെ നല്ല വില കൊടുത്ത് വാങ്ങുന്നു എന്ന് ആലോചിക്കുമ്പോൾ അതിനെക്കാട്ടിയും വലിയ സങ്കടം. കാരണം നാട്ടിൽ ഇതിനൊന്നും ഒരു വിലയില്ലാത്ത നമ്മൾ ഇട്ടേക്കുന്ന സാധനങ്ങൾ കാക്കയും പൂച്ചയ്ക്കൊക്കെ കൊടുത്തിട്ട് ഇത് പലപ്പോഴും കാക്കകളാണ് കഴിച്ചുകൊണ്ട് പോകുന്നത്. പക്ഷെ ഞാൻ ഇതിന് കിലോയ്ക്ക് 40 രൂപ മുതൽ 60 രൂപ വരെ കൊടുത്ത് വാങ്ങിയ സമയങ്ങളുണ്ടായിരുന്നു. അതായത് ഇതൊക്കെ നമ്മുടെ പുറം നാട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇതിനൊക്കെ ഭയങ്കര റേറ്റാണ്. അത്യാവശ്യം നമ്മളെ നാട്ടിൽ ഇപ്പോൾ റേറ്റ് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇതിനൊക്കെ. പക്ഷെ നമ്മളെ നാട്ടിൽ പറമ്പുകളിലൊക്കെ ഇഷ്ടം പോലെ കാണാറുണ്ടല്ലേ. ഞങ്ങളിവിടെയൊക്കെ വെറുതെ അവിടെ ഇവിടെയൊക്കെ പൊടിച്ച് കിടന്ന് നന്നായിട്ട് പഴുത്തൊക്കെ നിൽക്കും. പകുതി കാക്കയ്ക്കും പകുതി മനുഷ്യനും. നമ്മുടെ കയ്യെത്തും ദൂരെയുള്ളതൊക്കെ നമ്മൾ പറിച്ചെടുക്കും. അങ്ങനെ വീട്ടിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നു വീട്ടിൻ്റെ പറമ്പിൽ. അപ്പം ഞാൻ അതിനെ പൊട്ടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ആൾക്ക് ഇച്ചിരി തല്ലലൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പം മഴയും കാറ്റൊക്കെ ഇല്ലേ, അങ്ങനെ ആളുടെ ഒരു ഭാഗത്ത് അത് സ്വന്തമായിട്ട് എന്നെ തല്ലി പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് അവനെയൊക്കെ ചെത്തിപ്പറക്കിയെടുക്കാം. അങ്ങനെ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ ആൾക്കധികം കളറൊന്നും വന്നിട്ടില്ല. പക്ഷെ കട്ട് ചെയ്തപ്പോൾ നല്ല പഴുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങോട്ട് നോക്കിയാൽ ഞാൻ കരുതി നന്നായിട്ട് കളർ വരുമ്പോഴായിരിക്കും പഴുക്കുന്നതെന്ന്. എനിക്ക് നന്നായിട്ട് പഴുത്തിട്ട് ഇങ്ങനെ സ്പൂണിൽ കോരി കഴിക്കുന്ന പരുവാണ് ഇഷ്ടം. ഈ കടുമുടോന്ന് കഴിക്കുന്നത് എനിക്ക് വലിയ താല്പര്യമില്ല. ഇതിന് നല്ല മധുരമൊക്കെ വന്നു കഴിഞ്ഞിട്ട് കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ആളെ കിട്ടിയ പാടെ തന്നെ ഞാൻ കട്ട് ചെയ്തു. കട്ട് ചെയ്തപ്പോഴാണ് മനസ്സിലായത് കേട്ടോ, ആൾ നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. ഇതിന് സ്പൂണ് പരുവത്തിൽ മാത്രമേ കഴിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾക്ക് ഇതിൻ്റെ അരിയെല്ലാം ഞാൻ ഇങ്ങനെ മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അവനെ കൊണ്ട് കുഴിച്ചിടണം അടുത്തിനി. ഇതിട്ട് കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ടങ്ങ് പൊടിച്ചോളും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതിനി കായൊക്കെ വന്നിട്ട് നമുക്കിനി അടുത്ത് പറിച്ചെടുക്കാം. അപ്പോൾ അവൻ്റെ എല്ലാ വിത്തിനെയും ഞാൻ മാറ്റി സൂക്ഷിച്ചെടുക്കുന്നുണ്ട് കേട്ടോ, പൊട്ടിയൊന്നും പോവാണ്ട്. കാരണം അവനെ ഇട്ടാലല്ലേ ഇനി അടുത്ത് വരുമ്പോൾ കഴിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അവനെല്ലാം മാറ്റിയിട്ട് കട്ട് ചെയ്തെടുക്കാം നമുക്ക്. നല്ല പരുവത്തിനായിട്ടുണ്ട്. അതായത് എനിക്ക് ഈ പരുവായിട്ടോ ഇഷ്ടം. നിങ്ങൾക്ക് ഇതിൻ്റെ ഏത് പരുവാണ് ഇഷ്ടം? ചിലർക്ക് ഈ കടിച്ച് മുറിച്ച് കഴിക്കുന്ന പരുവമില്ലേ, നല്ല കട്ടിയായിട്ടിരിക്കുന്ന ഭാഗം, അങ്ങനെയുള്ള പരുവാണ് ഇഷ്ടം. പക്ഷേ എനിക്ക് ഇതാ ഇഷ്ടം കേട്ടോ. അങ്ങനെ ഞാൻ അതിനെല്ലാം കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അകത്തുള്ള നല്ല വിത്തുകളെല്ലാത്തിനെയും നമ്മുടെ നാടൻ സാധനം നല്ല മധുരമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ 1 by 1 ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഓരോരുത്തർക്കുള്ള ഭാഗങ്ങളായിട്ട് മാറ്റി മാറ്റി എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ട കൊള്ളി ഞാൻ തന്നെ കഴിക്കുന്നത് തോന്നുന്നു. കാരണം ഇവിടെ അമ്മയ്ക്കൊക്കെ ഇത് കട്ടിയായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ അതിനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്തൊരു കളറാന്ന് നോക്കിയേ. അതുപോലെ നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇവരെയൊക്കെ മിസ് ചെയ്യും ഇനി അവിടെ പോകുമ്പോൾ. ഞാൻ കിലോയ്ക്ക് ഇനി 40 50 രൂപ കൊടുത്ത് വാങ്ങേണ്ടി വരുമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ഒരു സങ്കടം. നമ്മൾ ഈ പുറം നാട്ടിൽ നിൽക്കുന്നവർക്ക്, അതായത് നമ്മുടെ സ്വന്തം വീടൊക്കെ മാറി നിൽക്കുന്നവർക്ക്, പറമ്പൊന്നും ഇല്ലാത്തവർക്കും അല്ലെങ്കിൽ വിദേശത്തൊക്കെ നിൽക്കുന്നവർക്ക് ഇതൊക്കെ വളരെ മിസ് ചെയ്യുന്നൊരു കാര്യമാണല്ലേ. നമ്മളിതൊക്കെ എന്ത് വില കൊടുത്ത് വാങ്ങും. ചില സമയത്ത് വില കൊടുത്ത് വാങ്ങാൻ നോക്കിയാൽ പോലും കിട്ടാത്ത സാധനങ്ങളായിരിക്കും അത്യാവശ്യത്തിനൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ. പക്ഷേ ഇതൊക്കെ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഐറ്റം. പക്ഷെ നാട്ടിൽ ഇതിനൊന്നും വലിയ വിലയില്ല. ഇങ്ങോട്ട് നോക്കിയാൽ അടുത്തൊരാളെ കാണിച്ചു തരാം. ഇവനെ ഞാൻ ഡിമാൻഡ് ചെയ്ത് വരെ വാങ്ങിച്ചൊരു കാലം ഉണ്ടായിരുന്നു കേട്ടോ, കാന്താരി. അടുത്തതായി ഇവിടെ വേറൊരാൾ നിൽപ്പുണ്ട് കേട്ടോ. ഇവനാ നമ്മൾ തടിയങ്ക എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഇത്ര തടി വന്നിട്ടില്ല ആൾക്ക്. ഇനി നമുക്ക് വേറൊരാളെ കാണിച്ചു തരാം. ഇവിടെ അമ്മ പറമ്പിൽ നിന്ന് ചേനയൊക്കെ നട്ട് ആളങ്ങ് പോയിട്ട് കേട്ടോ. പക്ഷെ ആൾ കുഴിച്ചെടുക്കാണ്ട് വെച്ചേക്കുക. ഇതപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഇന്നെങ്കിലും എടുക്കാമെന്ന് കരുതി. അങ്ങനെ നോക്കിയപ്പോൾ ആൾ പുറത്ത് തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. കരിയിലൊക്കെ വീഴുന്ന കിടപ്പുണ്ട്. ആളെ തപ്പിപ്പറിക്ക് നമുക്ക് എടുക്കാം. ഇവിടെ ചേന ചേമ്പ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ കരിയിലൊക്കെ മാറ്റിയിട്ട് അതിനെടുക്കുക. അമ്മ കഷ്ടപ്പെടുന്നുണ്ട് അതിനെ പുറത്തോട്ട് എടുക്കാനായിട്ട്. ആൾ പക്ഷെ ഉണങ്ങിപ്പോയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വേരെല്ലാം പോയി കഴിഞ്ഞിരിക്കുക. അടുത്ത് മുള വന്നു തുടങ്ങി. ഇപ്പം എടുത്തില്ലായിരുന്നെങ്കിൽ ആൾ പുതിയ ആളായിട്ട് വീണ്ടും വന്നു തന്നെ അടുത്ത വർഷം എടുക്കാൻ കണക്കാക്കിയിട്ട്. അപ്പോൾ നോക്കി കഴുകി പറക്കി നമ്മളവനെ കുട്ടപ്പനാക്കി. ഓൾറെഡി ഒരെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ആളും കൂടി ഇരിപ്പുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ബായ്.